ഹലോ, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നോമ്പ് തുറൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നോമ്പായതിൻ്റെ ശേഷം നമ്മൾ അങ്ങനെ നോമ്പ് തുറ വീഡിയോ ആയിട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ അല്ലേ. ഇതിപ്പോൾ നോമ്പ് 4 അപ്പോൾ ഇപ്പോൾ സമയം എന്താ ഏകദേശം 5:30 ആവാനായിട്ടോ. അപ്പോഴാണ് ഞാൻ കിച്ചണിക്ക് വരുന്നത്. ഒന്നാമത് ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കില്ല, അത്യാവശ്യമുള്ളത് മാത്രമേ ഉണ്ടാക്കലുള്ളൂ. പിന്നെ അത്താഴത്തിനുള്ളതൊക്കെ ചൂടൊക്കെ തിന്നാനും വേണ്ടിയിട്ട് രാത്രി വൈകിയാണ് ഉണ്ടാക്കുകയൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കും. അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും ഇന്ന് നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാനും വേണ്ടിയിട്ട് ചിക്കനായിട്ടൊന്ന് കറിക്ക് കിട്ടിയത്. അപ്പോൾ അത് ആദ്യം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ നൂൽപുട്ടുമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. കവി എന്തോ ഉദ്ദേശിച്ച് നല്ല വെറൈറ്റി സ്റ്റിക്കൊക്കെ ഉണ്ട്. കുറച്ചു നേരം പണിയെടുക്കണമല്ലോ കുട്ടിയെ. എങ്ങനെയുണ്ട് ചോദിച്ചോ? എങ്ങനെയുണ്ട്? അത് ഫുള്ള് തിന്നേ. സെറ്റ്. സിമ്പിൾ. സെൻറ്റർ മാത്രം നിർത്തിയായിട്ട് കട്ട് ചെയ്യല്ലേ. സെറ്റാക്കി ഇവിടെ സംഭവം രസമുണ്ട്. നമുക്കേ നൂലപ്പല്ല ഇതാക്കണ്ടേ. നൂലപ്പം മെഷീൻ ഉദ്ഘാടനം ഇവിടെ പുതിയൊരു നൂലപ്പം തിരിക്കുന്ന സംഭവം കൊണ്ടുവന്നിട്ട് അതും കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നൂലപ്പത്തിനുള്ള പൊടി ആദ്യം എടുക്കുക. ഏറെക്കുറെ ഇതൊക്കെ മതിയാവൂലേ? മതി. അങ്ങനെ ഒരു അളവൊന്നുമില്ല കേട്ടോ. ഒരു ഏകദേശം അങ്ങോട്ട് ഉണ്ടാക്കും, അതന്നെ അളവ്. നല്ല തിളച്ച വെള്ളം കേട്ടോ. അത് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. പൊടിയൊന്ന് തമ്മ് പിടിപ്പിക്കുക. നമ്മൾ നല്ലോണം പത്തിരിക്കൊക്കെ കുഴക്കണ മാതിരി കുഴക്കണമെങ്കിൽ കുഴക്കുക. ഞാനൊരു തമ്മ് കൂട്ടണേ ഉള്ളൂ, നല്ല കുഴക്കണില്ല. ഇപ്പം എന്നെ തിന്നാളല്ലേ. ഇതാ ഒരു വിധം ഇതൊന്ന് കുഴച്ചെടുത്തത് മതി. ഇതിപ്പോൾ തമ്മ് കൂടിയാണ്. ഇനി നമുക്കിത് മെഷീനിലിട്ട് പീച്ച. പഴംപൊരി, കാരക്കപ്പൊരി. സ്നാക്കിൻ്റെ ആൾ ഇതാട്ടോ. സ്നാക്കിൻ്റെ ആൾ ഇതാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എല്ലാ വെറൈറ്റി ഐറ്റംസും ഇങ്ങനെ പഠിച്ചു കൊടുക്കുകയാണ്. പിന്നെ അത് ഔട്ട്പുട്ട് കാണുമ്പോൾ മനസ്സിലാവും പഠിക്കുകയാണോ ഒക്കെ കഴിഞ്ഞ് കൊണ്ടുവയ്ക്കുമ്പോളേ. എന്താട്ടെ, ഏതായാലും തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടെ. കാണാൻ കുറച്ച് ചൊക്ക് പറഞ്ഞാൽ എന്നാ പോരെ. ഇത് നൂൽപുട്ട് ചെയ്തിട്ട് കുറേ ആയി. അതിൻ്റെ പാത്രമൊക്കെ പൊടിച്ചെടുക്കുകയാണ്. ഒന്ന് ചെയ്തെടുത്തിട്ട് ഫസ്റ്റത്തെ ഒരു പ്രാവശ്യം എണ്ണ വരട്ടേണ്ടേ ഉള്ളൂ. പിന്നെ ആ ചൂടുണ്ടാവുമല്ലോ, അപ്പം അടി പിടിക്കൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വരട്ടി കൊടുത്താൽ മതി. കുറച്ച് ദിവസമായോ എനിക്ക് കുര തുടങ്ങിയിട്ട്. കുറച്ച് കൊണ്ടുപോയി കാട്ടിയിട്ടൊന്നും ഒരു കുറവുമില്ല. നല്ല ചുക്കാപ്പി നാടൻ മരുന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കേണ്ടി വരും. അതൊക്കെ എണ്ണ വരട്ടിച്ച് എന്നിട്ട് നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ച് കഴുകി വെച്ചാണ്. ഇതിലേക്ക് അച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതാ ഇതിങ്ങനെ കറക്കി കഴിഞ്ഞ് ഇതിമേ പിടിക്കാതെക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ളൊരു മൂടിയിട്ടപ്പം അത് എടുക്കണം കേട്ടോ. അതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ സേവനായി ആയതുകൊണ്ടും കുറച്ചേ കൊള്ളുള്ളൂ. ഇത് വലുതാൻ വേണ്ടി ഇതിങ്ങനെ ഇടയ്ക്ക് അയച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ആകുമ്പോഴേ ഈ അടപ്പ് വെച്ച് കൊടുത്ത് ഈ അടപ്പ് ഇതിന് കറക്റ്റ് കേട്ടോ. നമുക്ക് അടച്ചു വെക്കാം.
ഇനിയാണ് ഞാൻ പറഞ്ഞ മെഷീൻ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മെഷീൻ്റെ സംഭവം. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. അടിയിലേ അതിൻ്റെ തട്ട് നമ്മൾ പീഞ്ഞിടുന്ന തട്ട്. പക്ഷെ പച്ചത്തുഞ്ചത്തൊക്കെ വെച്ചാൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതിൻ്റെ അത്ര ഒന്നും വേണ്ട, ഇരിക്കാൻ കഴിയണം. ചോദിച്ചോ പ്ലേറ്റ് വെക്കണം പറഞ്ഞ് അതിനധികം വേണ്ടല്ലോ. ഇത് ഫുള്ള് ലൈറ്റാ. ഇതോടെ ഉണ്ട്, ഈ സ്ക്രൂൻ്റെ തന്നെയാണ്. നമുക്കിതാ ഇത് ഇങ്ങനെ കുറുക്കി കൊടുക്കുക. ഇത് ഈ പ്ലേറ്റ് ഇവിടെ വെച്ച് വെച്ചുകൊണ്ട് തന്നെ ഇനി ആവശ്യം കഴിഞ്ഞിട്ട് ഇത് എടുത്തേക്കും ചെയ്യാം. അപ്പം അത് നമുക്കൊരു തടസ്സമായി നിൽക്കില്ല. ഇതാ അങ്ങനെ ഇതിക്ക് കറക്റ്റ് ഇറക്കി കൊടുത്തിട്ട് ടൈറ്റാക്കുക. ഓക്കെ, നല്ല ടൈറ്റായിട്ടോ. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. കണ്ടോ, കറക്റ്റ് അതിലിറങ്ങിക്കും. എന്നിട്ട് ഇതും ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റ് വരും. ഇങ്ങനെ തിരിയാതൊക്കെ ടൈറ്റ് ആകുമ്പോൾ നിർത്തുക. ഓക്കെ, നമുക്ക് ഇതിക്ക് ആക്കി വെക്കാം. നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ആ ഒരു നൂൽ പ്രസ്സിൻ്റെ ആ ഒരു മെഷീന് അല്ല, പ്രസ് പിടിച്ച് ഇങ്ങനെ തിരിക്കലാണ്. ഇതിന് പകരം നമ്മൾ അടി വെക്കണ പാത്രം ഇങ്ങനെ ജസ്റ്റ് തിരിച്ചു കൊടുക്കുക. ഉണ്ടല്ലേ, ഉഷാറായി കിട്ടുന്നുണ്ട്. ഒരു പ്രയാസമില്ല കേട്ടോ. ഈ ഒരു ഫിറ്റിങ്സിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ സംഭവം ഒന്നും പറയില്ല, അടിപൊളിയായിട്ട്. അതാ ഒരച്ച് ഫുള്ള് നമ്മൾ പീച്ചെടുത്ത് കഴിഞ്ഞ് ഫിറ്റ് ചെയ്ത ആളാരാ? ഇവിടുത്തെ പേർക്കാരൻ അല്ലാതെ ആരാ? ഫിറ്റ് ചെയ്താക്കാൻ അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞേ. എന്നാ അങ്ങനെ എന്തോ ഒരു കഥ. അതിൻ്റെ ഫിറ്റിങ്സൊക്കെ ഞാൻ വേറെ കാണിക്കുന്നില്ല. പോരെ, ഇപ്പം നമ്മൾ വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ചാണ് താക്കുമ്പോഴത്തേന് നമുക്ക് ഇതാട്ടോ ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്ന ഇതിൽ കിട്ടായിട്ട് അത് വെച്ച് കൊടുക്കാം. 1 2 3 4 4 തീ പോവും. ബാക്കി 4 പ്ലേറ്റുകൾ ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ഇതായി വരുമ്പോഴത്തേന് ഇതിൽ നിറച്ച് വെച്ചാൽ മതി. അങ്ങനെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഇതിൻ്റെ റീഫില്ല് കാണിക്കാം. ഇത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തിട്ട് സാധനം പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഊരി നിറച്ച് കൊടുത്താൽ മതി കേട്ടോ. കറക്കുന്നതിൻ്റെ മുന്നായിട്ട് ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിൽ
സൗണ്ട് ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മൾ വെച്ച വെള്ളം ചൂടായിന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പം അതവിടെ നിന്നാവട്ടെ. ഇപ്പം ഇവിടെ ഇത് നാലെണ്ണം ഫില്ല് ചെയ്ത് വെച്ചാണ്. നമുക്ക് ഈ പുറത്ത് എന്താ പരിപാടി ഞാൻ പോയി വെക്കുക. എന്തായി യോ എന്താ മുശക്കല പഴത്തേക്കോ? കാരക്ക ബിസ്ക്കറ്റ് ഒറ്റ മാവിനോടെല്ലാം പല വെറൈറ്റീസും. ഇജിത്തത് അടുപ്പത്തേറി പൂച്ചത്ര ആരെയും കട്ടോട്ടോണേനാ ഉണ്ടാക്കിയേ? അവൻ പൊളിക്കൂലേ? അടുപ്പത്ത് കത്തിച്ചാട്ടാണ് കേട്ടോ. നമ്മളൊക്കെ ട്രഡീഷണൽ രീതിയിലേ ചെയ്യുള്ളൂ അല്ലേ? അത് ശരിയാ. അതുകൊണ്ടേ കയറില്ല രസം. കരിയേണ്ട ഏതായാലും തീ നല്ല കത്തുണ്ട്. തീ നല്ല കത്തുണ്ട്. എണ്ണ കുടിച്ച പണിയാവും. എന്നാ സെറ്റാക്കി. ഭയങ്കര പണിയില്ല. അവിടെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയാൽ ഇനി വേറെ എന്തെങ്കിലും കേൾക്കും. അപ്പോൾ അതവിടെ ആകട്ടെ. നമ്മൾ ചിക്കനും ഇവിടെ വിസിലടിച്ച് വെച്ചാണ്. ഇതിനി പെട്ടെന്നേക്കുള്ള കറിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഇരിക്കട്ടെ. വാങ്ങുന്നതിന് മുന്നേ ഇവിടെ തീറ്റും കൂടിയൊക്കെ തുടങ്ങിയാണ്. കോഫി ഇതാണ് നമ്മൾ പറഞ്ഞ പൊരി, മിക്സഡ് പൊരി. ഏതാണ് മിക്സ് ആവില്ലല്ലോ, ഒക്കെ ഒരേ ഷേപ്പ് വരെ. ഹലോ, ഇതെന്താ നീക്കിച്ചാണ്? പടായിന്നുള്ളൂ. അവിടെ അടുത്തേക്ക് വെച്ചാ അടുത്തേക്ക് വെക്ക്. തിന്നൂട്ടാ അടുത്തേക്ക് വെക്കല. അങ്ങനെ വാസം കെട്ടേക്ക് തട്ടും. ഞാനുണ്ടപ്പൂ. എന്തപ്പൂവാണ്? ചായകുടിൻ്റെ അംഗമൊക്കെ കഴിഞ്ഞ് ഇനിയാണ് ശരിക്കുള്ള അംഗം. ചായതാ
ചോറ് ഇത് അവിടെ റൈസ് കുക്കറിൽ വേവിച്ച് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അടുപ്പായതുകൊണ്ട് തന്നെ കണ്ടോ ഇപ്പോഴും തിളച്ചുകൊണ്ട് അടുപ്പ് ഓഫാക്കിയാണ്. അത് കുറച്ച് നേരം കൂടി ചൂടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് പിന്നെ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കണമൊന്നുമില്ല, ഒരു വേവ് കുറഞ്ഞ അരിയാണ്. അപ്പോൾ ഇനി ഇന്നത് കിടന്ന് തന്നെ പാത്രം കഴുകി കഴിയുമ്പോൾ ഞാൻ ഊറ്റാനാവും. ടേബിൾ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് ഈ നോൺ വെജൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സ്മെല്ലാണല്ലോ. അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചിട്ടാൽ നല്ല വൃത്തി ഉണ്ടാവും. ആ സ്മെല്ലൊക്കെ അത് പോയി കിട്ടും. അപ്പോൾ ഇതൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് നമ്മളെ ഡിഷ് വാഷിൽ വെള്ളം ചേർത്തൊന്ന് നൈസാക്കിയതാണ്. ഇന്ന് പ്രത്യേകിച്ച് ക്ഷീണവും കാര്യമൊന്നുമില്ല. ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായി. ഇന്നലെ നോമ്പ് തുറക്കാൻ പൂളുണ്ടാക്കിന്. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ ഈ തൈറോയിഡിന് വിരുദ്ധമാണ് പൂളാന്ന് പറയുന്നത് കേൾക്കാം. അതുകൊണ്ടാണോ അറിയില്ല, നല്ല ക്ഷീണം ഉണ്ടായി. ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി കാര്യമായിട്ട് വെള്ളം കൂടി തന്നെയാണ് മെയിൻ. മൂത്രക്കടച്ചിലും മൂത്രച്ചൂടും ഏത് അസുഖമില്ലാത്തവർക്കും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇനി വെള്ളം കൂടി തന്നെയാണ്. അപ്പോൾ ഞാൻ തൽക്കാലം അങ്ങനെ കുടിക്കും. പിന്നെ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളമാക്കി വെച്ചിട്ട് അതങ്ങനെ കിടക്കണ വരെ കുടിക്കും കേട്ടോ. മിനിമം 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അതിൽ 2 ബോട്ടിൽ വെള്ളമെങ്കിലും കിടക്കാനാകുമ്പോഴേക്കും വയറ്റിലാക്കും. ഇട്ടിട്ടോ ഞാൻ ആദ്യം ഇവിടെ നിന്നിട്ട് തുറക്കട്ടെ. എന്നാൽ നമുക്ക് കഴുകി ഇങ്ങോട്ട് വെക്കാമല്ലോ. സ്റ്റാൻഡുമൊക്കെ കള്ള സ്റ്റാൻഡും വെക്കും. ഇവിടുന്ന് വെള്ളം ചോർന്നിട്ട് പിന്നെ അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് എടുത്ത് വെച്ചാൽ മതിയല്ലോ. ചോറ് ഊറ്റണതിൻ്റെ മുന്നായിട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നല്ല കട്ടിയായി നിൽക്കും, കൊഴുപ്പ് കിട്ടും. അപ്പോൾ പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതുമ്മക്കാണ് കേട്ടോ ഊറ്റണത്. ഞാൻ അങ്ങനെയാണ് ചെയ്യല്. വറ്റിക്കുത്തി പറഞ്ഞൊരു പാത്രമൊക്കെ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ ആയിട്ട് ഇതിമേ കത്തിയേക്കലാണ്. ഇതിമേ കഞ്ഞിവെള്ളം വിട്ടും. അങ്ങനെയാണെങ്കിൽ കഞ്ഞിയൊക്കെ വേണമെങ്കിൽ ഇതിന്ന് ഇട്ട് കുടിക്കാമല്ലോ. അങ്ങനെ ചോറ് ഊറ്റിയൊക്കെല്ലാം കഴിഞ്ഞ് ഇനി പലിച്ചക്കുള്ള പരിപാടി നോക്കണം. അതിന് ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ചാണ്, ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തണുപ്പ് പോകാനും വേണ്ടി ഒന്ന് പുറത്തേക്ക് എടുത്തേക്കാം. എന്നിട്ട് കിടക്കാനാവുമ്പോൾ ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുള്ളൂ കേട്ടോ. പിന്നെ മീൻ കായം കൂട്ടിയതാണ്. ഇത് ഇന്നലത്തെ കുറച്ച് താളിപ്പ് കറിയാണ്, അത് കൂട്ടി ഉണ്ടാക്കണം. പിന്നെ ഇപ്പം എന്തായിക്ക് വേണ്ടി കർമൂസ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് താളിക്കാനുള്ളത്. പിന്നെ ചീരയൊക്കെ അരക്കാനുള്ള തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ തണുപ്പ് പോകാൻ അവിടെ പുറത്ത്. അപ്പോൾ ഇത് അടുക്കള ചെറുതായിട്ടൊക്കെ ഒന്ന് അടുക്കി പൊറുക്കലൊക്കെ കഴിഞ്ഞാണ്. കഴുകിയ പാത്രങ്ങളൊക്കെ ഇനി അവിടെ വെക്കട്ടെ. അത് വെള്ളം ചോർന്നിട്ട് കിടക്കാനാവുമ്പോൾ എടുത്തേക്കുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇനി അങ്ങോട്ട് പോട്ടെ. നോമ്പ് റമദാൻ കാലമല്ലേ, വെറും തീറ്റും കൂടിയും മാത്രം പോരല്ലോ വെച്ചുണ്ടാക്കലൊക്കെ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 8 മണിയാകാനായിട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ്, തൽക്കാലം നമ്മളെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന് ഇപ്പോൾ ഒരുപാട് ലെങ്തി വീഡിയോ ആയിട്ടുണ്ടാവും. നോമ്പ് തുറൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ സാധാരണ എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെയാണ് കാണിക്കാൻ വെച്ചിട്ട് അങ്ങനെ വ്ളോഗാക്കി ചെയ്യാൻ വിചാരിച്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ റമദാൻ മാസമാണ്, എല്ലാവരും ദുആയിലൊക്കെ പ്രത്യേകം ഇനി കുടുംബത്തിനെയും ഒക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മളെ ഇടയിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. എൻ്റെ ദുആയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി മറ്റൊരു ദിവസം എന്നാണെന്ന് ഞാൻ പറയണില്ല, മറ്റൊരു ദിവസം നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.